കുറച്ച് നേരം ഈ സാമാനായിട്ട് നമ്മൾ നടക്കാൻ പോകും ഗൈസ്. അമേരിക്കന പല്ല് തേക്കാൻ പോകും ഗൈസ്. പല്ല് തേക്കാൻ നടക്കുവാണ്. നമ്മൾ ഡ്രസ്സ് മാറി അകത്തേക്ക് പോണ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഊട്ടി. അതാണ് ഞങ്ങളുടെ അനസ്തേഷ്യ മിഷൻ. ഞങ്ങൾക്ക് ആ സൈഡിലേക്കാണ് പരിപാടി. അടുത്ത് ഇവിടെ ഒരു ബ്ലോക്ക് കേസ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഓർത്തോൻ്റെ ഒരു ബ്ലോക്ക് കേസ്. സോ അതിന് വേണ്ടിയിട്ട് USG റെഡിയാക്കി വെച്ചേക്കണം. ഇതാണ് USG മെഷീൻ. പേഷ്യൻസിന് ബ്ലോക്ക് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് യൂസ് ചെയ്യുന്നൊരു മെഷീനാണിത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ മെയിൻ അനസ്തേഷ്യ മെഷീൻ എന്ന് പറയുന്നത്. പേഷ്യൻസ് വന്നു കഴിഞ്ഞ് കിടന്ന് നമ്മൾ മോണിറ്റർ ഓൺ ആക്കുമ്പോഴത്തേനും നമ്മുടെ BP, അതുപോലെ തന്നെ ECG ലീഡ്സ്, പ്രോബ് ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോഴത്തേനും ഇവത്തിൽ മെഷർമെൻറ്റ്സ് വരും. പിന്നെയെന്ന് പറയുന്നത് എപ്പം എമർജൻസി ഡോക്ടർ ഇവിടെ ലോഡായിട്ടിരിക്കും. ഇപ്പം ബ്ലോക്കേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും എമർജൻസി മെഡിസിൻസ് ഇവിടെ ഇതായിരിക്കും, ലോഡായിരിക്കും. ആദ്യം തന്നെ ഇതെന്ന് പറയുന്നത് അട്രോപ്പിൻ നമുക്ക് ഹാർട്ട് റേറ്റ് പെട്ടെന്ന് കുറഞ്ഞു പോയാൽ കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഡ്രഗാണ്. പിന്നെ M6 എന്ന് ഇട്ടേക്കുന്നത് മെഫെൻഡർമിൻ എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രഷർ താന്നു പോകുമ്പോഴത്തേനും
ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഡ്രഗാണ്. പിന്നെ OND നിട്ടിരിക്കുന്നത് ഓൺഡൻസ്റ്ററാണ്. അതായത് നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒന്നും പേഷ്യൻസ് ഉണ്ടാവാണ്ടിരിക്കാൻ കൊടുക്കുന്നൊരു ഡ്രഗാണ്. പിന്നെ മിഡാസ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വേണ്ട നീഡിൽസ്, കാനുല, ഡ്രഗ്സ്, സിറിഞ്ചസ് എല്ലാം ഈ ഒരു സൈഡിലുണ്ടാവും. ഇപ്പം അനസ്തേഷ്യ നമുക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ അനസ്തേഷ്യ മെഷീൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എല്ലാ ദിവസവും മോർണിംഗ് വന്നിട്ട് കുറേ ടെസ്റ്റുകൾ ചെയ്യാനാണ് നമ്മുടെ മെഷീനിൽ. അതായത് എന്തെങ്കിലും ലീക്കോ അതേപോലെ തന്നെ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അനസ്തേഷ്യ മെഷീൻ ചെക്ക് ചെയ്യുമ്പം അറിയാനായിട്ട് പറ്റും. സോ നമ്മൾ മോർണിംഗ് വരുമ്പോഴത്തേന് എപ്പോഴും ആദ്യമേ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ മെഷീൻ ചെക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മെഷീൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിലിണ്ടേഴ്സ് ഫില്ലാകാൻ നോക്കും. സിലിണ്ടേഴ്സ് ഇപ്പം നൈട്രസ് ഓക്സൈഡും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഇത് നമ്മൾ ഇത് വെച്ചിട്ട് തിരിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് അപ്പുറം പ്രഷർ പോകുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. സോ അങ്ങനെ സിലിണ്ടേഴ്സ് ഫില്ലാണോ നോക്കണം. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. എനിക്ക് വ്ളോഗിൽ ഇങ്ങനെ പല പറയാൻ അറിയത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതെ വീഡിയോ മാത്രം കാണിക്കുന്നത്.